കൊൽക്കത്ത ലോ കോളേജിലെ ബലാത്സംഗ കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രധാന പ്രതി മനോജിത് മിശ്രയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെ ഗുരുതര ആരോപണങ്ങൾ. സമാന കുറ്റകൃത്യം നിരന്തരം ചെയ്തിരുന്നയാളാണ് മനോജിത്ത് എന്ന് സഹപാഠികളും ജൂനിയർ വിദ്യാർത്ഥികളും പറയുന്നു. നിരവധി പരാതികൾ മനോജിത്തിനെതിരെ ഉയർന്നിട്ടും ഉന്നത രാഷ്ട്രീയ സ്വാധീനം കണക്കിലെടുത്ത് അതെല്ലാം കോളേജ് അധികൃതർ അവഗണിക്കുകയായിരുന്നു. കൂട്ടബലാത്സംഗ കേസിൽ തൃണമൂൽ കോൺഗ്രസ് യുവനേതാവ് മനോജിത് മിശ്ര അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വിദ്യാർത്ഥികൾ. മുൻപ് പല വിദ്യാർത്ഥികളോടും ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പെൺകുട്ടികളോട് അതിക്രമം നടത്തുന്നതിന് മുൻപ് ഞാൻ നിന്നെ വിവാഹം ചെയ്യട്ടെ എന്ന് മനോജിത്ത് ചോദിക്കുമായിരുന്നു. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയോടും ഇങ്ങനെ ചോദിച്ചിരുന്നു. സ്വകാര്യ നിമിഷങ്ങൾ മൊബൈലിൽ പകർത്തി സുഹൃത്തുക്കളെ കാണിക്കുന്നതും ഇയാൾക്കൊരു ഹരമായിരുന്നു. ലൈംഗികാതിക്രമം, സംഘർഷമുണ്ടാക്കൽ, പിടിച്ചുപറി തുടങ്ങി നിരവധി പരാതികൾ മനോജിത് മിശ്രയ്ക്കെതിരെ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂനിയർ വിദ്യാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ പരാതി അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല. മനോജിത്തിനെ ഭയന്ന് ചില വിദ്യാർത്ഥികൾ പഠനം തന്നെ നിർത്തി. മികച്ച അക്കാദമിക് അന്തരീക്ഷമുള്ള കോളേജിൽ മനോജിത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന യൂണിയൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സ്റ്റാഫ് റൂമുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിലും കോളേജിന്റെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലും മനോജിത്തിന് നേരിട്ട് പ്രവേശനമുണ്ടായിരുന്നു. മനോജിത്തിന്റെ നേതൃത്വത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ റീക്ലൈം ദ നൈറ്റ് എന്ന പേരിൽ കഴിഞ്ഞ വർഷം കോളേജിൽ പ്രതിഷേധ പരിപാടി തന്നെ നടന്നിരുന്നു. ഇതിൽ പങ്കെടുത്ത പല വിദ്യാർത്ഥികൾക്കും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്ന പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടയാളാണ് മനോജിത് മിശ്ര. അതേസമയം പെൺകുട്ടിയുടെ പരാതിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് സമഗ്ര അന്വേഷണം തുടരുകയാണ് പോലീസ്. പെൺകുട്ടിയെ കോളേജിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. വിദ്യാർത്ഥിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ CCTVകളിൽ നിന്ന് കണ്ടെത്തി. തെളിവുകളെല്ലാം എതിരായപ്പോൾ മനോജിത് മിശ്രയെ തള്ളിപ്പറയേണ്ട ഗതികേടിലാണ് തൃണമൂൽ കോൺഗ്രസും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.